Hi friends, ഞാൻ സൽമാൻ. വെൽക്കം ബാക്ക് DIY for me. ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് നടത്താൻ പോകുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് SATA IDE to USB കൺവെർട്ടിംഗ് മൊഡ്യൂൾ. ഇതുപയോഗിച്ച് നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്ലെയർ, അതേമാതിരി ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക്, ഇതിനൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ കേബിൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് OTGയുമായിട്ട് കണക്ട് ചെയ്ത് മൊബൈലിലും ഇത് ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിനെ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ആ മൊഡ്യൂൾ. ഇത് അതിൻ്റെ പവർ അഡാപ്റ്റർ, പിന്നെ IDE to SATA പവർ കൺവെർട്ടിംഗ് കേബിൾ. ഇത് നമുക്ക് ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം, കാരണം ഇത് ഒറ്റൊരു പൊസിഷനിൽ മാത്രമേ ഇത് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം രണ്ട് സൈഡ് ഒരു ചെറിയ കർവ് ഉണ്ടാവും, അതുകൊണ്ട് ആ പൊസിഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് SATA ഡാറ്റ കേബിൾ. ഇത് പവർ അഡാപ്റ്ററിൻ്റെ മെയിൻ AC അഡാപ്റ്റിംഗ് കേബിൾ. ഈ അഡാപ്റ്റർ 12 വോൾട്ട് 2 ആംപിയറും 5 വോൾട്ട് 2 ആംപിയറും ആണ്. ഓക്കെ, ഇതിൽ യെല്ലോ വയറാണ് 12 വോൾട്ട്, റെഡ് വയർ 5 വോൾട്ടാണ്. ഇത് കമ്പ്യൂട്ടറിലെല്ലാത്തിലും അങ്ങനെയാണ് വരുന്നത്. യെല്ലോ എപ്പോഴും 12ഉം 5 എപ്പോഴും +5ഉം ആയിരിക്കും. ഇത് ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ മെയിൻ മൊഡ്യൂളുടെ ഈ ഭാഗത്താണ് നമ്മൾ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുക. ഇതതിൻ്റെ മറ്റേ ഭാഗം USB പോർട്ടാണ്. ഇത് നമ്മൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കൊടുക്കാം. ഇതെൻ്റെ ഒരു പഴയൊരു DVD പ്ലെയറാണ്, ഇൻറ്റേർണൽ DVD പ്ലെയറാണ് കമ്പ്യൂട്ടറിൻ്റെ. ഇതൊരു IDE DVD പ്ലെയറാണ്. ഇത് നമ്മൾ എങ്ങനെ ഒരു എക്സ്റ്റേണൽ DVD പ്ലെയറായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മളിതിൻ്റെ IDE പോർട്ടിലേക്ക് ഈ മൊഡ്യൂൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യുന്നു. പവർ അഡാപ്റ്ററിൻ്റെ പവർ ഔട്ട്പുട്ടിനെ എടുത്ത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതുപോലെ. ഇപ്പോൾ കണക്ഷനൊക്കെ ഓക്കെയാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കുകയാണ്. AC ഡയറക്റ്റ് പവർ. സ്വിച്ച് ഓൺ ആക്കട്ടെ. സ്വിച്ച് ഓൺ ആക്കി. ഇനി നോക്കൂ, ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഓപ്പൺ ആയി. ഓക്കെയാണ്, വർക്കിംഗ് ആണെല്ലാം. ഇനി ഒരു MP3 പ്ലെയർ ഇട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പ്രൂഫ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള എക്സ്റ്റേണൽ USB കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കണക്ഷനൊക്കെ പ്രോപ്പറാണ്. ഓക്കെ, ഇതാ നോക്കൂ, ഇതിൽ നമ്മുടെ പ്ലെയർ സെറ്റ് ചെയ്ത് അതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോങ് പ്ലേ ആവുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ SATA ഹാർഡ് ഡിസ്ക്. ഇതും എൻ്റെ അതേ പഴയ കമ്പ്യൂട്ടറിൽ ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് ഓൾറെഡി ഡാറ്റയൊക്കെ ഉണ്ട് ഇതിൽ. ഇത് SATA കേബിളാണ്. ഇത് 2000 GB ആണ് ഇതിന് കപ്പാസിറ്റി. അതുകൊണ്ട് ഇതിൽ ഒരുപാട് എൻ്റെ ഡാറ്റ ഉണ്ട്. അത് എങ്ങനെ നിങ്ങൾക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മൊഡ്യൂളിൻ്റെ ഒരു ഭാഗം SATA പോർട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഈ കേബിൾ ആ ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ കേബിളാണ് അതിൻ്റെ ഡാറ്റ സെക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പവർ സെക്ഷൻ കൊടുക്കണം. അതായത് പവർ സെക്ഷൻ നമ്മളെ IDE to SATA പവർ കൺവെർട്ടിംഗ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് പവർ കൊടുക്കുക.
ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇതാകെ ഒറ്റ പൊസിഷനിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ, അതുകൊണ്ട് അതും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ഷനെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് പവർ സെക്ഷൻ പവർ കൊടുക്കാം. ഇത് ഞാൻ OTG കേബിൾ ജസ്റ്റ് കണക്ട് ചെയ്തതാണ്. ഇതതിൻ്റെ USB. ഇത് നമുക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ എക്സ്റ്റേണൽ ഡിസ്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ തലയിൽ നമുക്കൊരു OTG കേബിൾ ഉപയോഗിച്ച് നമുക്ക് മൊബൈലിലും കണക്ട് ചെയ്യാം. അത് മൊബൈലിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് മൊബൈലിൽ കണക്ട് ചെയ്തു. ഇത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങൾ കാണുന്നത്. നോക്കുക, അവിടെ ഇൻറ്റേർണൽ മെമ്മറി കാർഡ്, ഇൻറ്റേർണൽ സ്റ്റോറേജ്, പിന്നെ അതുകൂടാതെ 4 എണ്ണം കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഹാർഡ് ഡിസ്ക്. ഇത് 4 എണ്ണം കാണിക്കാൻ കാരണം ഞാനിതിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് പാർട്ടീഷൻ ചെയ്ത ഹാർഡ് ഡിസ്ക്കാണ്, അതുകൊണ്ടാണ്. അതിലൊരു ഡ്രൈവ് ഞാൻ തുറന്നിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. DCIMൽ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഫോട്ടോ കാണിച്ചു തരാം. ഇത് ഹാർഡ് ഡിസ്കിലുള്ളതാണ്. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.